ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ ഫേസ്ബുക്കിനെ യൂട്യൂബിനെ റിലേറ്റ് ചെയ്ത് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പറ്റുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വിഷയമായിരിക്കും. ഞാൻ രേണു സുധിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. രേണു സുധിയെ കുറിച്ച് ഞാൻ വിമർശിക്കാനോ നല്ലതായിട്ടോ പറയാനായിട്ടല്ല വരുന്നേ. ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേജിനും നിങ്ങളുടെ യൂട്യൂബിനും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഹിന്റ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ രേണു സുധിയുടെ ഒരു ആരാധികയല്ല, ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന ആളല്ല, സ്ഥിരം അവരുടെ വീഡിയോ കാണുന്ന ഒരാളല്ല. നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ വീഡിയോ കാണാൻ ജസ്റ്റ് ഈ റീൽസ് ഒക്കെ ആണെങ്കിൽ ഇരുന്ന് കാണും. ലോങ് വീഡിയോസ് ഒന്നും കാണാനും സമയം കിട്ടാറില്ല, ഞാൻ കാണത്തില്ല കേട്ടോ. റീൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവും. അതിനെ കൂടുതൽ നമ്മൾ അതിനകത്തിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കാനൊന്നും പോകാറില്ല. പക്ഷേ ശരിക്കും എനിക്ക് അവരുടെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പം അവരെ കുറിച്ച് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി പ്രയാസം ഉള്ളിൽ വരാറുണ്ട്. കാരണം ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ഓരോരുത്തർ അവരെ ഇട്ട് തേജോവധം ചെയ്യുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീയാണ്, ഒരു വിധവയാണ്, അങ്ങനൊന്നും ഒരു പരിഗണന പോലും ശരിക്കും അവർക്ക് കൊടുക്കുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പം അവരെ പറ്റി മോശമായിട്ട് എഴുതുന്നതും അവരെ പറ്റി മോശമായിട്ട് വീഡിയോ ചെയ്യുന്നതും അവരുടെ വൈഡ് ആംഗിളിലൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് വളരെ മോശമായ രീതിയിൽ അവരെ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന ഒത്തിരി ഫോട്ടോസും വീഡിയോസും ടെക്സ്റ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം രേണു സുധി എന്ന് പറയുന്ന അവരെ പബ്ലിക് അറിയാൻ തുടങ്ങിയ തന്നെ പുള്ളിക്കാരൻ്റെ മരണത്തിന് ശേഷമാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഫൈനാൻഷ്യലി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്തും അല്ല പുള്ളിക്കാരൻ മരിച്ചു പോയത്. ഒരു സാധാരണ ഒരു ചെറിയ കലാകാരനായിരുന്നു. പുള്ളിയെ ഞാൻ ഈ പറയുന്ന ഒരു വലിയ ഫോളോ ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ഈ മറ്റേ പ്രോഗ്രാമിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ പുള്ളിയുടെ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരാളെ നമ്മൾ എന്നാ തേജോവധം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോ കണ്ട് ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല ഇവിടെ. പക്ഷെ എനിക്ക് ഒത്തിരി പ്രയാസമുണ്ട്. പലരും ഇങ്ങനെ വീഡിയോ അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരുടെ റീച്ചിന് വേണ്ടി മാത്രം അവരെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് എന്നൊക്കെയുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പല വിധമായ ഫോട്ടോകൾ അവർ പോകുന്ന വഴിയിലും അവർ വരുന്നിടത്തും എല്ലാം, പ്രത്യേകിച്ച് മെയിനായിട്ട് ആ ഒരു ലേഡി ഈ ഒരു രീതിയിലാകാനുള്ള മെയിൻ കാര്യം യൂട്യൂബേഴ്സിനേക്കാളെല്ലാം ഉപരി ഓൺലൈൻ സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്കിനകത്തെയും യൂട്യൂബിലെയും ഒക്കെ കുറച്ച് പേജസ് ഇപ്പൊ ചാനലുകാർ വന്നിരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല, അവരുടെ പുറേ നടന്ന് അവരോട് ഓരോന്ന് ചോദിക്കും. അവരുടെ വായിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് കണ്ടന്റ് ആക്കിയിട്ട് അവരെ മോശമായിട്ട് മറ്റൊരു പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ ഇട്ട് കൊടുക്കും, ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നിട്ട് അവരിയ്ക്കുന്നത്. പക്ഷെ അവരെ മോശമായിട്ട് പബ്ലിക് അങ്ങ് ചിത്രീകരിക്കുന്ന കാണുമ്പോൾ ശരിക്കും വിഷമം വരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കണമല്ലോ, അവർക്ക് ജീവിക്കണം. നമുക്ക് ആർക്കും അവർക്ക് കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. ജീവിക്കണമെങ്കിൽ നല്ലതായിട്ട് പൈസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റേ മഞ്ജു പത്രോസ് പറഞ്ഞ പോലെ കാശുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഒരു മനുഷ്യനല്ലാത്ത ആൾക്കാർക്ക് വില കൊടുക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ അവര് പക്ഷെ ഇന്ന് വരെ അവരൊരു മോശം രീതിയിൽ നടന്നിട്ട് അവർ കാശുണ്ടാക്കുന്ന ഒന്നും കാണുന്നില്ല. അല്ലേ തന്നെ നമ്മുടെ ഒന്നും വീടുകളിൽ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല, നമ്മളോട് പൈസ ചോദിക്കാൻ വരുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ അവരിങ്ങനെ പുറകെ നടന്നിട്ട് ടാർജറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, റിയാക്ഷൻ വീഡിയോ ചെയ്ത് ആരൊക്കെയാണോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അവർക്കെല്ലാം നല്ല റീച്ചും ഉണ്ട് കേട്ടോ. ഓരോ വിഷയങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ എടുക്കുന്നു, പറയുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവർക്ക് നല്ല റീച്ച് ഉണ്ട്, അവർക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പലപ്പോഴും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെയർ യൂസേജ് പോളിസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ അതിന്റെ ഒന്നും ഒരു പരിധിയിൽ നിൽക്കാത്ത രീതിയിലാണ് ഇപ്പൊ പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് ഫേസ്ബുക്കും യൂട്യൂബും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതൊരു ഹെൽത്തി ആയിരിക്കണം എന്ന് ഫേസ്ബുക്ക് ആണെങ്കിലും അവരുടെ ആ ഒരു കണ്ടീഷൻസിനകത്തുണ്ട്. നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപദ്രവം വരരുത്, അവരെ പേഴ്സണലി ഹറാസ് ചെയ്യരുത്, സൈബർ ബുള്ളിങ് ഉണ്ടാകരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരിക്കലും ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ ഈ ഫെയർ യൂസേജ് പോളിസിയുടെ അകത്ത് നിൽക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റീച്ച് മാത്രമാണ് നമുക്ക് മുഖ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാളെ മാക്സിമം എത്രത്തോളം താഴ്ത്തി കെട്ടി അവര് ചെയ്യുന്നതെല്ലാം ആരെങ്കിലും ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ആരോ ഒരു വോയിസ് പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാം പുറകെ നടന്ന് അവരെന്നാണോ ചെയ്യുന്നത്, അവരെങ്ങോട്ടാണോ പോകുന്നത്, ഇങ്ങനെ നടന്ന് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്. നമുക്ക് ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഓൺലൈൻ ടെക്സ്റ്റൈൽസിന്റെ ഒരു വിഷയം എല്ലാ യൂട്യൂബ് റിയാക്ഷൻ ചെയ്യുന്നവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അച്ചു എന്ന് പറയുന്ന അവരുടെ പന്തളത്തുള്ള ഒരു ബൊട്ടിക്ക്, ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ വീഡിയോ കുറേ പേര് അവരെ എടുത്ത് അങ്ങനെ ചെയ്തു. പിന്നെ അവരെ പോകുന്നതിനും വരുന്നതിനും എല്ലാം ഇങ്ങനെ റിയാക്ട് ചെയ്തു. അവരെ മാക്സിമം തളർത്താൻ നോക്കട്ടെ. പക്ഷേ ലാസ്റ്റ് അവരൊരു കാര്യം ചെയ്തു. അവർക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം, ഞാനും മനസ്സിൽ കരുതി ഇവര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പേഴ്സണലി പബ്ലിക്കിൽ ഇച്ചിരി അറിയപ്പെടുന്ന ഒരാളെ ഇങ്ങനെ വന്ന് ഇൻസൾട്ട് ചെയ്യുക, ആ രീതിയിൽ അവരെ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പം എങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ഇവരിത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവരിതിനെതിരെ നടപടിയെടുത്തു, പല പേജുകൾക്ക് സ്ട്രൈക്ക് കിട്ടി. അതിനുശേഷം സത്യം പറഞ്ഞാല് പലരുടെയും പേജിന് മോണിറ്റൈസേഷൻ പോയി, പേജുകൾ തന്നെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ശരിക്കും അവരെ കുറിച്ചുള്ള ആ ടോപ്പിക്ക് തന്നെ ഒലിവിയ ഡിസൈൻസ്, ഞാൻ ഇപ്പോഴും ഓർത്ത പേര് കേട്ടോ, ഒലിവിയ ഡിസൈൻസ്, അവരെ കുറിച്ചുള്ള ആ ടോപ്പിക്ക് ടോട്ടലി യൂട്യൂബുകാർ നിർത്തി. കാരണം അവർക്കറിയാം ഇന്ന ആളിനെ കുറിച്ച് ഇനി എങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും, ഇവരുടെ പേജിന് ഇഷ്യൂ ഉണ്ടാകും, ഇവർക്ക് മണി വന്നുകൊണ്ടിരിക്കുന്ന ആ സോഴ്സ് അടയും എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ യൂട്യൂബേഴ്സ് എല്ലാം അതിനെക്കുറിച്ച് പറയുന്ന ആ വീഡിയോസ് നിർത്തി. അവർ പിന്നെയും അവരുടെ ബിസിനസ് പൂർവാധികം ശക്തിയോടെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നു. അതേസമയം ഞാൻ മനസ്സിലാക്കിയത് ഈ രേണു എന്ന് പറയുന്ന ആ പാവം സ്ത്രീ, ആ പുള്ളിക്കാരി, അവരെ ഇങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കണം, തന്നെ പേഴ്സണലായിട്ട് ഇങ്ങനെ ഹറാസ് ചെയ്യുന്നു അല്ലെ തേജോവധം ചെയ്യുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്കിന് ഒരു കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നും അവർക്ക് ഒരുപക്ഷെ അറിയില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 കണക്കിന് ഇവരെ കുറിച്ച് മാത്രം കണ്ടിട്ടേക്കുന്ന 100 ഞാൻ പറയുന്നത് നാളെ എണ്ണി നോക്കിയിട്ട് 100 ഇല്ല എന്നൊന്നും പറയില്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ ആൾക്കാർ, ഒരാള് തന്നെ കുറേ വീഡിയോസ്, ഞാൻ അത് എണ്ണം ഒന്നും പറയുന്നില്ല, 10, 20, 25 വീഡിയോസ് ഡെയിലി ഇവരെ കുറിച്ച് വീഡിയോ ഇടുന്നവരെ വരെ ഉണ്ട്. ഇവർക്കെല്ലാം നല്ല റീച്ച് കൊണ്ട് നന്നായിട്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇവരുടെ ഏതെങ്കിലും ഒരു 3 വീഡിയോയ്ക്ക് ഇവർ സ്ട്രൈക്ക് കൊടുത്താൽ മതി, തീർച്ചയായിട്ടും അവരുടെ പേജും പോവും. 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പേജ് തന്നെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മോണിറ്റൈസേഷൻ പോകുന്നു എന്നതിനേക്കാൾ ഇവർ പേജ് തന്നെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു 2 ദിവസം മുന്നേ ഈ ഒരാളുടെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പേജിന്റെ മോണിറ്റൈസേഷൻ പോയതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടോളൂ. ഇപ്പൊ നമ്മുടെ തന്നെ നാട്ടിലെ ഒരു 2 പെൺകുട്ടികൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികൾ, നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. ആ പെൺകുട്ടികളെ കുറിച്ച് ഒരു പേജ്, ആ പേജിന്റെ അഡ്മിനെ എനിക്ക് മെസ്സേജ് അയച്ച ഒരു പേജ്, ഇവളുമാരുടെ കൈയും കാലും തല്ലി ഓടിച്ചിടാൻ ആളില്ലേ എന്ന് പറഞ്ഞിട്ടും അവരുടെ ഒരു ഫോട്ടോയും ഇങ്ങനെ ഒരു ജസ്റ്റ് പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 1 ഡേ, നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതിനകത്ത് നെക്സ്റ്റ് ഡേ തന്നെ ഫേസ്ബുക്ക് ആ കണ്ടന്റ് റിമൂവ് ചെയ്തു. അതിനകത്ത് കൊടുത്തേക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ വയലേഷൻ, സൈബർ ബുള്ളിങ്, വയലേഷൻ, പബ്ലിക്കിനോട് വയലേഷൻ നടത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള റീസണാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ നോക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ പിള്ളേർ സ്ട്രൈക്ക് കൊടുത്തതോ ഈ പിള്ളേർ കംപ്ലൈന്റ് കൊടുത്തതോ ഒന്നുമല്ല, റിപ്പോർട്ട് അടിച്ചതോ ഒന്നുമല്ല. ഇത് ഫേസ്ബുക്കിന്റെ AI തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അവരുടെ
പോസ്റ്റ് റിമൂവ് ചെയ്തേക്കാണ്. ഇവരൊരിക്കലും അതിനകത്ത് സ്ട്രൈക്ക് കൊടുത്തായിട്ടോ അവർ റിപ്പോർട്ട് ചെയ്തിട്ട് വന്നില്ല. ഒരാൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും, ഇന്ന ആൾ നിങ്ങളുടെ പേജിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, മെയിൽ വരും. ഇത് അങ്ങനെയൊന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന AI ഫേസ്ബുക്കിന്റെ AI ടീം AI ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ടീം മാനുവലി ഡിറ്റക്ട് ചെയ്തേക്കുന്നതാണ് ഇത്. അതിനുശേഷം റിക്വസ്റ്റ് അയച്ചു, അതിന്റെ റിപ്ലൈ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റിക്വസ്റ്റ് അയച്ചപ്പം റിക്വസ്റ്റും അവർ വന്നേക്കുന്നത് ഇല്ല, സ്റ്റിൽ നിങ്ങൾ വയലേറ്റ് ചെയ്തേക്കാണ്. ഇത് AI അല്ലാതെ മാനുവലി ഇപ്പം ഞങ്ങളുടെ ഒന്നിലധികം നമ്മുടെ സ്റ്റാഫുകൾ ഇരുന്ന് ചെക്ക് ചെയ്തിപ്പം ഇതിനകത്ത് വയലേഷൻ തന്നെയാണ് നടന്നേക്കുന്നത്. നിങ്ങൾ പബ്ലിക്കിനെ വയലേഷൻ നടത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് കൈയും കാലും തല്ലി ഒടിച്ചിടാൻ ആരും ഇല്ലേ ആ നാട്ടിൽ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ പബ്ലിക്കിനെ ആഹ്വാനം ചെയ്യുന്ന പോലെ പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞു, അവര് ഒരു 3 സ്ട്രൈക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക്, ഒരു വീഡിയോയ്ക്ക് ഒരു സ്ട്രൈക്ക് തരാൻ പറ്റത്തുള്ളൂ. അതേസമയം നെക്സ്റ്റ് വീഡിയോയ്ക്ക് നെക്സ്റ്റ് സ്ട്രൈക്ക്, നെക്സ്റ്റ് വീഡിയോയ്ക്ക് നെക്സ്റ്റ് സ്ട്രൈക്ക്, ഒരു 3 സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും പേജും സഹിതം എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, നമ്മൾ ഒരാളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഹെൽത്തി റിയാക്ഷൻ ആയിരിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ ചെയ്തതിന്റെ മെയിൻ കാര്യം, അവരെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഒത്തിരി അവരെ ഇട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളുടെ ഒരു പേഴ്സണൽ റെസ്പെക്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതില്ലാത്ത രീതിയിൽ അവരെ തേജോവധം ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും മനസ്സിന് പ്രയാസം ഉണ്ടാകും. അപ്പൊ എന്നെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒത്തിരി പേരുണ്ടാകും. ഐ ഡോണ്ട് കെയർ. അത് ഞാൻ എൻ്റെ തോട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ ഇഷ്ടത്തിന് പോട്ടെ, നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ എന്നുള്ള ഒരു തോട്ടും കൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. ഇപ്പൊ അവരുടെ പാസ്റ്റ് ഒക്കെ അന്വേഷിച്ച് പോയിട്ട്, അവരുടെ പാസ്റ്റ് ഇങ്ങനെയേ ആയിക്കോട്ടെ, അയാൾക്ക് കംപ്ലൈന്റ് ഇല്ലല്ലോ, അവരുടെ പാസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ മെസ്സേജുകൾ, ഓരോരുത്തരുടെ വോയിസ്. പിന്നെ സുധിയുടെ പാസ്റ്റ് ഇങ്ങനെയാണ്, സുധിയുടെ പാസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ ഇതൊക്കെ പൊക്കി എടുത്തോണ്ട് വന്ന് അവരെ ഇപ്പൊ എന്തിനിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും അത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ഉപദേശം എന്ന രീതിയിൽ ചെയ്യാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും ആരെങ്കിലും അവരൊരു വക്കീലിനെ വല്ലതും കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ പേജിന് 2-3 സ്ട്രൈക്ക് തന്നെ കഴിഞ്ഞാൽ തന്നാൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ പേജിന്റെ കാര്യം. അപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും എന്ത് വീഡിയോ ആണെങ്കിലും പബ്ലിക്കിനെ ഇപ്പം അവെയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്താലും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ഹറാസ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ പേഴ്സണൽ റെസ്പെക്റ്റിന് നമ്മളും റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു പേഴ്സണൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിലുണ്ടായിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൈനിങ് ഓഫ്. ബൈ.